ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെമ്മീനിൻ്റെ 9ാമത്തെ അധ്യായം ചർച്ച ചെയ്യാം. 8ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. 8 വരെയുള്ള അധ്യായങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 9ാമത്തെ അധ്യായമാണ്. അപ്പോൾ 9ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പരീക്കുട്ടിയുടെ കടം വീട്ടാനായിട്ട് കറുത്തമ്മയും ചക്കിയും നടത്തിയ ഇടപെടലുകളെക്കുറിച്ചൊക്കെ നമ്മൾ 8 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9ാമത്തെ അധ്യായത്തിലാകുമ്പോഴേക്ക് കറുത്തമ്മയുടെ കല്യാണം നിശ്ചയിക്കപ്പെട്ടതായിട്ടാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ അതിന് വലിയ ചട്ടവട്ടങ്ങളും ചടങ്ങൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ചോദിക്കാനും പറയാനൊന്നും അയാൾക്ക്, അതായത് പളനിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിനും ഇടയില്ല, കാരണം ആരും ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ അക്കാലത്ത് അയാൾ ജോലി ചെയ്യുന്ന വള്ളത്തിൻ്റെ ഉടമസ്ഥനോട് പറയുണ്ടായി, പളനിയുടെ തുറയിലെ അരയിന് വെറ്റിലപ്പാക്ക് വെക്കാൻ ചെമ്പൻകുഞ്ഞു കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്പൻകുഞ്ഞ് അയാളുടെ തുറയിലെ അരയൻ്റെ മുമ്പാകെ അത് കാഴ്ചവെക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ പെണ്ണിനെ കെട്ടിക്കൊടുക്കുന്നില്ല എന്ന പരാതി തീർന്നു. അപ്പോൾ അയാൾ നിവർന്നു നിന്ന് ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ്ടി എല്ലാ കാര്യങ്ങളും ചെമ്പൻകുഞ്ഞു നടത്തിയത് ഈ കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചക്കിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. ചക്കി പറഞ്ഞു, ആരാ ചെറുക്കൻ, നാടും വീടും ഊരും പിന്നെ ഒന്നുമില്ലാത്ത ഒരുത്തനല്ലേ നിങ്ങൾ മകളെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെമ്പൻകുഞ്ഞിനും ഇഷ്ടമായില്ല. അയാൾ ഭാ ചൂലേന്നൊക്കെ പറഞ്ഞ് ചക്കിയെ ചീത്ത പറയുന്നുണ്ട്. നിനക്ക് എന്തറിയാം, അവൻ വേലക്കാരനാണ്, നല്ല ഉടൽ, നല്ല മരുങ്ങ്, അവനെപ്പോലെ ഒരു ചെറുക്കൻ ഈ അടുത്തുള്ള കടപ്പുറത്തും എങ്ങുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചക്കി വീണ്ടും എതിർത്തും, പിന്നെ എന്നാലേ ഇനി അങ്ങ് സഹിക്കാമല്ലോ എന്ന് പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഞാനെന്നും സഹിക്കും, പള്ളിക്കുന്നതിനെ പോലെ സഹിക്കുന്ന ചക്കിയും ചെമ്പൻകുഞ്ഞും പറഞ്ഞു. അങ്ങനെ ചക്കി ചോദിച്ചു, അപ്പോൾ എന്നാലും ആ മേത്ത കൊച്ചാൻ്റെ കാശ് കൊടുത്തിട്ടില്ലല്ലോ, അതായത് നമ്മളുടെ പരീക്കുട്ടിയുടെ. അപ്പോൾ അതൊരു ശല്യം പോലെ ചെമ്പൻകുഞ്ഞ് പറഞ്ഞു, കറുത്തമ്മയുടെ കല്യാണം കഴിയുമ്പം ആ കാര്യം എടുത്തിടുക ഒരു പതിവാണല്ലോ എന്ന് ചെമ്പൻകുഞ്ഞ് ചക്കിയോട് പറഞ്ഞു. അപ്പോൾ ചക്കിക്ക് അത് പെട്ടെന്ന് കേട്ടപ്പോൾ അതൊരു നടുക്കായി. അപ്പോൾ അതൊരു സത്യമാണ് എന്ന് ചക്കി വിചാരിച്ചു. കറുത്തമ്മയുടെ കല്യാണക്കാര്യത്തോടനുബന്ധിച്ച് ആ കാര്യം അങ്ങനെ ഓർത്തു പോകും. പക്ഷേ അത് ചെമ്പൻകുഞ്ഞു ചോദിക്കുമെന്ന് ചക്കി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചക്കി ഒരു പുതിയ സമാധാനം പറഞ്ഞു, നമ്മ കൊച്ചുങ്ങളുമായിട്ട് സൂഹിക്കാൻ പോവല്ലേ, അപ്പം അതൊന്നുകൂടെ തീർന്നാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ വഴിയുണ്ട്, ചെമ്പൻകുഞ്ഞിന് ഓർമ്മയുണ്ട്, സമയം സന്ദർഭവും നോക്കി ഓരോ ബാധ്യതയും ഒഴിവാക്കുന്നു ചെമ്പൻകുഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. എടി, നമുക്ക് ആൺകൊച്ചുങ്ങളില്ല, അവനെ മോനാക്കി എടുത്താൽ എന്താണെന്നാ വിചാരം എന്ന് പറഞ്ഞു. അപ്പോൾ ചക്കിക്ക് സന്തോഷമായപ്പോൾ ചക്കി ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിലും അവൻ നമ്മുടെ മൂത്ത മോനെ പോലെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ മുഴുവൻ കാര്യവും മനസ്സിലാക്കാത്ത പോലെ ചെമ്പൻകുഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, പളനിക്ക് ആരുമില്ല, ആ സ്ഥിതിക്ക് കല്യാണത്തിന് ശേഷം തൻ്റെ കൂടെ തന്നെ പാർപ്പിച്ചാൽ എന്താണെന്നാണ് അയാളുടെ ആലോചന. അപ്പോൾ 2 വള്ളങ്ങളുണ്ട്, പളനിയെ കൂടെ അങ്ങനെ കിട്ടിയാൽ അതൊരു നല്ല കാര്യമാവും. ഇതെല്ലാം വിസ്തരിച്ച് ചെമ്പൻകുഞ്ഞ് ഇങ്ങനെ ചക്കിയോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ചക്കിയുടെ അഭിപ്രായം ആളിങ്ങനെ ചോദിച്ചു. ചക്കിക്കും അതേക്കുറിച്ച് ഒരാലോചന ഇല്ലാതില്ല. അപ്പോൾ കാര്യം നല്ലത് തന്നെയാണ് ചക്കി ഇങ്ങനെ വിചാരിച്ചു. ഒരാൺകൊച്ചനില്ലാത്ത കുറവ് അവർക്ക് അങ്ങനെ പരിഹരിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ചക്കി ചോദിച്ചു, അത് അവൻ സമ്മതിക്കുമോ ചോദിച്ചു. അപ്പോൾ കുഞ്ഞിങ്ങനെ പറഞ്ഞു, അല്ല സമ്മതിച്ചാൽ എന്താന്ന് ചെമ്മൻകുഞ്ഞും പറഞ്ഞു. അപ്പോൾ നമുക്ക് മരക്കാപ്പിള്ളേരെ മരക്കാത്തീൻ്റെ അവിടെ തന്നെ കയറിയിരിക്കുമോ എന്ന് ചക്കി പിന്നെയും ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അതൊക്കെ അവന്മാരുടെ ഇഷ്ടം, അവനൊരു പാവാണ് എന്ന് ചെമ്പൻകുഞ്ഞ് അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ ചക്കി ചോദിച്ചു, എന്നിട്ട് എന്നെ കെട്ടിയപ്പം 2 ദിവസവും കൂടി എൻ്റെ വീട്ടിൽ നിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിന് ചെമ്പൻകുഞ്ഞ് അതിൻ്റെ മറുപടി പറയുന്നത്, എനിക്ക് എൻ്റെ തന്തയും തള്ളയും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ പഴനി അവിടെ പാർക്കുന്ന വിശ്വാസം ചക്കിക്ക് പക്ഷേ തോന്നിയില്ല. അപ്പം അച്ഛൻ്റെ ഈ പരിപാടി കറുത്തമ്മ അറിഞ്ഞു, കാരണം പഴനിയെ അവിടെ താമസിപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞ് കറുത്തമ്മയുടെ എതിർപ്പ് ചക്കിയെ അമ്പരപ്പിച്ചു. ആ തള്ള മകളോട് പറഞ്ഞു, എടി നീ കൊള്ളാമല്ലോടി, തന്തയും തള്ളയും ചൊല്ലിയുള്ള നിൻ്റെ മായ കല്യാണം നിശ്ചയിച്ചപ്പോൾ വിട്ടല്ലോടി എന്നൊക്കെ പറഞ്ഞു. അപ്പം നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് വെറുതെയാണ്, മരയ്ക്കാൻ വരുമ്പോൾ ആരോണ്ടോ പറഞ്ഞപ്പോൾ നീ തന്തയും തള്ളേനെയൊക്കെ വേണ്ടാന്ന് വിചാരിച്ച് പോകുമല്ലേ എന്നൊക്കെ ചക്കി കറുത്തമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചക്കിയുടെ വാക്കുകൾ കറുത്തമ്മയുടെ ഹൃദയത്തിൽ അങ്ങനെ അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാകുന്നു കറുത്തമ്മ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനെയും അമ്മയും സ്നേഹിക്കാഞ്ഞിട്ടല്ല, അങ്ങനെ ഒരു താമസ അഭിമാനക്കുറവാണെന്ന് അവൾക്കും തോന്നിയിട്ടില്ല. പക്ഷേ
അവൾ അമ്മയുടെ മകളാണ്. അപ്പോൾ അമ്മ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണോ, പഞ്ചമിയെ പിരിഞ്ഞ് എങ്ങനെ കഴിയുമെന്നൊക്കെ കറുത്തമ്മയ്ക്കും വിചാരമുണ്ട്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസം, ആ ദിവസത്തെ അവൾക്ക് പിന്നെ താങ്ങാൻ തന്നെ കഴിയില്ല. അപ്പോൾ കറുത്തമ്മയ്ക്ക് ആ നാട്ടിൽ നിന്നും പരിസരത്തു നിന്നും പോകാനായിട്ട് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ കറുത്തമ്മ ചക്കിയോട് പറഞ്ഞു, അമ്മാഞ്ചി അതല്ല ഞാൻ പറഞ്ഞത്, അമ്മാഞ്ചി ഇങ്ങനെയൊന്നും പറയരുത്, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും അല്ലാണ്ട് പിന്നെ ആരാ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് അവൾ ചക്കിയുടെ ചുമലിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ചക്കി അത്ര കാര്യമല്ല പറഞ്ഞത്, എന്നാലും കറുത്തമ്മയ്ക്ക് ഇങ്ങനെ സങ്കടമാവുമെന്ന് അവളും വിചാരിച്ചില്ല. ഏതായാലും ചക്കിയും കറുത്തമ്മയും അങ്ങനെ നിന്ന് കരഞ്ഞു. അപ്പോൾ ആ കടപ്പുറത്ത് എനിക്ക് പാർക്കണ്ട, അതുകൊണ്ടാണ് എന്ന് കറുത്തമ്മ പറഞ്ഞു. അപ്പോൾ സ്നേഹത്തോടു കൂടി ചക്കി ചോദിച്ചു, എന്നാ മകളെ നീ പറയുന്നത്? അപ്പോൾ സഹിക്കാത്ത ഒരു വികാരക്ഷോഭത്തോടെ കറുത്തമ്മ വീണ്ടും പറഞ്ഞു, ഞാൻ ഈ കടപ്പുറത്ത് താമസിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. കറുത്തമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. അപ്പോൾ തൻ്റെ വാക്കുകളുടെ മൂർച്ചയാണ് അവളെ കരയിച്ചതെന്ന് ചക്കിക്ക് ഇങ്ങനെ തോന്നി. അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ളൊരു ദുഃഖം കറുത്തമ്മയുടെ മനസ്സിലുണ്ട് എന്ന് ചക്കിക്ക് തോന്നി. പക്ഷെ അത് ഇത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് ചക്കിക്ക് അറിയുമായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഏങ്ങലടിച്ച് കരയുന്നതിൻ്റെ ഇടയിൽ കറുത്തമ്മ അങ്ങനെ പറഞ്ഞു, ഞാനിവിടെ ആണെങ്കിൽ ഈ കടപ്പുറം മുടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ചക്കിയുടെ കണ്ണുകളും നിറഞ്ഞു. അപ്പോൾ നീ അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി, എന്നാലേ എനിക്കൊരു ഗതി കിട്ടുള്ളൂ എന്ന് കറുത്തമ്മ അങ്ങനെ പറഞ്ഞു. അപ്പോൾ കറുത്തമ്മ ഹൃദയം തുറന്ന് സംസാരിക്കാൻ വേറെ ആരുമില്ല, എന്നാലും ഹൃദയം മുഴുവനായിട്ട് തുറന്ന് ചക്കിയോട് പറയാൻ കറുത്തമ്മയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ 4-ാം വേദക്കാരൻ എൻ്റെ കുഞ്ഞിനെ കൂടോത്രം കൊടുത്തു എന്നാണ് തോന്നുന്നതെന്ന് ചക്കി പറഞ്ഞു. അപ്പോൾ കറുത്തമ്മ നിഷേധിച്ചു, അത് കൂടോത്രമല്ല, ആരും അവൾക്ക് കൂടോത്രം കൊടുത്തിട്ടുമില്ല എന്ന് കറുത്തമ്മ ചക്കിയോട് ഇങ്ങനെ പറയേ. അപ്പോൾ കറുത്തമ്മ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തി, ഇതുപോലുള്ള പെണ്ണുങ്ങൾ ഈ കടപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചക്കിയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചക്കി കറുത്തമ്മ ഭ്രാന്ത് പറയുകയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ കറുത്തമ്മ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതായത് പിന്നെ ആരെങ്കിലും ഇങ്ങനെ ഒരു പുരുഷനെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവും, പിന്നെ എൻ്റെ ഹൃദയത്തിൽ അയാൾക്കല്ലാണ്ട് വേറൊരാൾക്ക് സ്ഥാനമില്ല എന്നുള്ള രീതിയിൽ കറുത്തമ്മ അതങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചക്കിക്ക് ആകെ പരിഭ്രമമായി. അപ്പോൾ ചക്കി ചോദിച്ചു, അല്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ ചോദിച്ചു. അപ്പോൾ കറുത്തമ്മ അതിനെ വളരെ തൻ്റെ അടുത്തോടു കൂടി തന്നെ പറഞ്ഞു, ഇല്ല അമ്മച്ചി, ഞാൻ ചീത്തയായിട്ടില്ല. കറുത്തമ്മയുടെ മനസ്സിലെ കല്യാണം കുറപ്പിച്ചെങ്കിലും വല്ലാത്തൊരു ഭയം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് അവൾ വിചാരിച്ചു. പിന്നെ കടപ്പുറത്തിൻ്റെ ഒരു ധർമ്മം അനുസരിച്ച് വധുവാകാൻ പോകുന്ന ഒരു പെണ്ണിന് ഭാര്യധർമ്മം ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത് അയൽവാസികളുടെ കടമയാണ്. അപ്പോൾ ആ രീതിയിൽ അടുത്തുള്ള വീട്ടുകാരൊക്കെ അവൾക്ക് ഇങ്ങനെ ഭാര്യധർമ്മം ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങി. കാളിക്കുഞ്ഞും അതേപോലെ കുഞ്ഞിപ്പെണ്ണുമൊക്കെ അവൾക്ക് ഓരോ മുന്നറിയിപ്പുകൾ ഇങ്ങനെ കൊടുത്തു. എങ്ങനെയാണ് ആൺപിറന്നവനെ നോക്കേണ്ടത്, അയാളുടെ ജീവിതം കടലിലാണ്, അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങൾ ശുദ്ധിയായിരുന്നാലേ അയാൾക്ക് നല്ല ജീവിതം ഉണ്ടാവുള്ളൂ എന്നൊക്കെ അങ്ങനെ ഉപദേശിച്ചു കൊടുത്തു. ഇതൊക്കെ കറുത്തമ്മ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ കറുത്തമ്മ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതുപോലെ വേറൊരാളെ സ്നേഹിച്ചിട്ട് മറ്റൊരുവൻ്റെ ഭാര്യയാവുന്ന കഥ ഇവിടെ അതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുമോ എന്നിങ്ങനെ കറുത്തമ്മ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കറുത്തമ്മ നല്ല പെണ്ണിനോട് ചോദിക്കുകയും ചെയ്തു, കൊച്ചമ്മ പഴച്ചു പോയ പെണ്ണുങ്ങ ഈ കടപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടോയെന്ന്. അപ്പോൾ അത് ഒരു സ്ത്രീയുടെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ ജീവിതകഥ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല പെണ്ണ് കടപ്പുറത്തിൻ്റെ മുറയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒന്നും ഒരു ശുദ്ധിയില്ല എന്ന് പറയുന്നുണ്ട്. അത് മനുഷ്യൻ്റെ പഴയ നടപടിക്രമങ്ങളുടെ ഒരു മാറ്റമായിട്ട് കറുത്തമ്മ ഇങ്ങനെ വിചാരിക്കുക. അങ്ങനെ അവൾ ആ കടപ്പുറത്തുനിന്ന് യാത്രയാവാനുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി പരീക്കുട്ടിയുടെ പാട്ട് അവളുടെ ചെവിയിൽ അങ്ങനെ വന്നലക്കുകയാണ്. അപ്പോൾ അവൾക്ക് പരീക്കുട്ടിയുടെ പാട്ടാണ് അവളുടെ മനസ്സിന് വീണ്ടും ആശ്വാസം നൽകുന്നത് എന്ന് തോന്നി. അപ്പോൾ ആ സമയത്ത് അച്ഛൻ വീട്ടിലില്ല, അമ്മയാണെങ്കിൽ ഉറക്കാണ്. വാതിൽ തുറന്ന് പുറത്തു പോകാനുള്ള ഒരു ആവേശം അവളിൽ ഉണ്ടാവുക. അങ്ങനെ പരീക്കുട്ടിയുടെ പാട്ട് കേട്ട് അവൾ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പുറത്ത് പോകാനുള്ള വല്ലാത്തൊരു ആവേശം അവളിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, ചിലപ്പോൾ ഈ പാട്ട് ഇന്നത്തോടു കൂടി ഉണ്ടാവാതിരിക്കാം, അപ്പോൾ എനിക്ക് അവസാനമായി കിട്ടിയ ഒരു അവസരമാവാൻ ഞാൻ അവിടെ ചെന്ന് അയാളോട് മാപ്പ് പറയേണ്ടതാണ്, ഇനി പാടരുതെന്ന് അപേക്ഷിക്കേണ്ടതാണ്, എൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അയാളിൽ നിന്ന് മാപ്പിരക്കേണ്ടതാണെന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ കടപ്പുറത്ത് ഇതുവരെ നടന്നിരുന്ന ആ പഴയ കറുത്തമ്മയായിട്ടൊരു നിമിഷം അവളിങ്ങനെ ചിന്തിക്കും. ആ സമയത്ത് അവൾക്ക് ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വാതിൽ തുറന്ന് അവൾ കടപ്പുറത്തൂടെ പരീക്കുട്ടിയുടെ അടുത്തേക്ക് നടക്കുക. അത് അവൾ നടന്നു വരുന്നത് പരീക്കുട്ടി കണ്ടു. അയാൾക്ക് അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കറുത്തമ്മ ഇവിടുന്ന് പോവുകയാണോ എന്ന് അയാൾ സംശയം ചോദിച്ചു. അപ്പം കറുത്തമ്മ
കൊച്ചു മുതലാളി ഒരു നല്ല പെണ്ണിനെ കെട്ടിയും കൊച്ചുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കഴിയണമെന്ന് അയാളോട് മറുപടി പറഞ്ഞു. അപ്പോൾ അതിന് അയാൾ മറുപടിയൊന്നും തിരിച്ചൊന്നും പറയില്ല. ഞാൻ പോണതിൻ്റെ മുമ്പേ കൊച്ചു മുതലാളിയുടെ കടം തീർക്കും, എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറൊന്നും കൂടി അവൾക്ക് പറയാനായിട്ട് മനസ്സിലിങ്ങനെ വന്ന്, നിങ്ങൾക്ക് വേണ്ടി ഞാനെന്നും പ്രാർത്ഥിക്കുന്നു. പക്ഷേ അപ്പോഴാണ് അവൾ ഓർത്തത് ഒരിക്കലും ഒരരയത്തി മറ്റൊരു പുരുഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ. അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ കൊച്ചു മുതലാളിയെ എന്നും ഓർക്കും. അപ്പോൾ അതിന് മറുപടിയായിട്ട് പരീക്കുട്ടി ചോദിക്കുന്നത് എന്തിനാണ് എന്ന്. പരീക്കുട്ടി കറുത്തമ്മയെ അവർ രണ്ടാളും ആ കടപ്പുറത്ത് കൂടെ ഓടി കളിച്ചതൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കറുത്തമ്മ മുഖം പൊത്തി കരയണം. അപ്പോൾ പരീക്കുട്ടി പറയുന്നുണ്ട്, പഴനി നല്ലവനാണ്, പിന്നെ എന്താണ് അവൻ നന്നായി നിന്നെ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിനക്ക് നല്ലത് വരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പരീക്കുട്ടി ആ സമയത്ത് പറയുന്നുണ്ട്. പരീക്കുട്ടി എന്നിട്ട് പറയുന്നു, ഞാനെന്നും ഈ കടപ്പുറത്ത് ഇതേപോലെ പാടും. അപ്പോൾ കറുത്തമ്മ അതിന് പകരമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പോകുന്ന കടപ്പുറത്തിരുന്നിട്ട് നിങ്ങളുടെ പാട്ടുകൾ അവിടെ ഇരുന്ന് കേൾക്കും. അങ്ങനെ പാടി പാടി പരീക്കുട്ടി മരിക്കുന്ന പരീക്കുട്ടി പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ പാട്ടുകൾ കേട്ട് തൊണ്ട പൊട്ടി ഞാനും മരിക്കുമെന്ന് കറുത്തമ്മ പറയുന്നുണ്ട്. അങ്ങനെ കറുത്തമ്മ സാവധാനം കിഴക്കോട്ട് നോക്കി നടക്കുകയാണ്. അപ്പോൾ അവളുടെ യാത്ര പറച്ചിൽ അതായിരുന്നു. അവളെ തന്നെ നോക്കിക്കൊണ്ട് പരീക്കുട്ടി എങ്ങനെ ഇരുന്നു, അതായിരുന്നു അയാളുടെ വിട നൽകൽ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം അകന്ന് മാറുക. ഇതോടുകൂടി 9-ാമത്തെ അധ്യായം അവസാനിച്ചു.